13 or 14 years till then നമസ്തേ എന്ന് പറഞ്ഞ ഭർത്താവ് ഇറങ്ങാൻ പോവാ. ഭാര്യ പറഞ്ഞു, സീത പറഞ്ഞു, നിക്ക് എനിക്കും കുറച്ച് പറയാനുണ്ട്. നമ്മൾ ഇത്രകാലം കേട്ട സീതയല്ല ഇനി. സീതയ്ക്ക് ഇതുപോലെയൊക്കെ വർത്താനം പറയാൻ അറിയും. വേണ്ട സമയത്ത് തൻ്റെ ഭർത്താവിനെയും ഉപദേശിക്കാൻ കെൽപ്പുള്ള, ക്ഷാത്രവീര്യം എപ്പോഴും തൻ്റെ കൂടെ നിർത്തിയ ആയോധനപടുവായ വ്യക്തിത്വമാണ് സീത. നിസ്സാരക്കാരിയല്ല, നല്ല അറിവുണ്ട്. അപ്പൊ സീത രാമൻ പറയുന്നതിൻ്റെ ഇടയിൽ കയറി പറഞ്ഞില്ല, അത് വേണമെങ്കിൽ എടുത്തോളൂ കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ. ഈ ഓരോന്നിനും ഉത്തരം പറയാൻ നിൽക്കേണ്ടതെന്ന് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോലെ. ആ ഉള്ളിലുള്ള കാർമേഘം കരിമേഘക്കെട്ടുകളെല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞതിന് ശേഷം ആകാശം ഒന്ന്, ആ നീലാകാശം അന്ന് എല്ലാം പെയ്തൊഴിഞ്ഞിട്ട് പോരെ എന്തെങ്കിലും മിണ്ടല് ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഇനി വാൽമീകി സീതയ്ക്ക് 2 വിശേഷണം കൊടുത്തു. അവൾ പ്രിയാർഹയാണ്, 2 പ്രിയഭാഷിണിയാണ്. ഇതാണ് 2 ഗുണം സീതയുടെ. പ്രിയഭാഷിണിയായ സീത തൻ്റെ ഭർത്താവിൻ്റെ വാക്ക് കേട്ടപ്പോൾ അത്ര ഇഷ്ടമായില്ല. അപ്പൊ സീതയുടെ ആ മനോഭാവം വാൽമീകി എഴുതിയിട്ടുണ്ട്. പ്രണയകോപത്തോടു കൂടി ഭർത്താവിനോട് സംസാരിച്ചു. അതെന്ത് കോപം? അത് ഒന്ന് ഓർത്തു നോക്കി. നമ്മളിലൊക്കെ വന്ന് മിന്നി മറഞ്ഞു പോയിട്ടുള്ളതാണ് ഈ പ്രണയകോപം. അത് ദേഷ്യമാണോ? അല്ല, അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട്. പക്ഷെ പറഞ്ഞ വാക്കുകൾ അത്ര ശരിയല്ല. എന്നാൽ ഭർത്താവിനോട് പറയാനും പറ്റില്ല. എന്നാൽ ഞാൻ പറയേണ്ടതല്ലേ? ആ മനോഭാവത്തിൽ സീത ഉപയോഗിച്ച വാക്കുകൾ ഇനി പ്രണയകോപത്തോടു കൂടിയിട്ടാണ്, ദേഷ്യത്തോടു കൂടിയിട്ടല്ല. അതുകൊണ്ട് ആ വാക്കുകൾ ശ്രദ്ധിച്ചോളൂ. നരവരന്മാരിൽ ഉത്തമനായ അങ്ങ് പതിരുപോലെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ കഷ്ടമെന്നേ പറയാനുള്ളൂ. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയ വരണത്. ഇന്ന് വലിയ ഗൗരവത്തിലൊക്കെ കാര്യം പറഞ്ഞില്ലേ, എന്നെ അങ്ങനെ ചിരിപ്പിക്കരുത്. ഒരു പതിരുപോലെയുള്ള വാക്കുകൾ, കഴമ്പില്ല വാക്കിൽ, അങ്ങനെയുള്ള പതിര് പോലെയുള്ള വാക്കുകളാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയോടൊരു കാര്യം പറയട്ടെ. ഇനി സീത പറയണ വാക്കൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇതിനി ശ്രദ്ധിക്കേണ്ടതൊക്കെ പത്നീധർമ്മത്തിന്റെ അടിസ്ഥാനം. ഇതൊക്കെ ധർമ്മമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് ഞാനിത് പറയുമ്പോൾ ഇതൊന്നും നിൽക്കണ്ട, ഈ കാലത്ത് നടക്കില്ല, നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കണം, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിന്റെ വ്യത്യസ്തതയ്ക്കനുസരിച്ചാണ് നമ്മുടെ ചിന്തകൾ മാറുക. ഇപ്പൊ ആകാശത്തിൽ കൂടെ ഒരു വിമാനം പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ സാധ്യമല്ല. കാരണം നമ്മുടെ സ്റ്റാൻഡ് പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ വിമാനത്തെ കാണാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് പോയിന്റിലേക്ക് മാറിയാൽ നമുക്കത് കാണാം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് പോയിന്റ് ആണ് നമ്മുടെ വ്യൂ പോയിന്റിനെ ശരിയാക്കുന്നത്. നമ്മൾ ഏത് മണ്ണിൽ നിന്നിട്ടാണ് ഈ ലോകത്തെ നോക്കിക്കാണുന്നത്? നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പ്രത്യേകമായ ഒരു ആദർശത്തിൻ്റെതാണെങ്കിൽ നമുക്കത് മാത്രമേ കാണാൻ പറ്റൂ. നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഈ ഭാരതരാഷ്ട്രമാണെങ്കിൽ നമുക്ക് മറ്റൊന്ന് കാണാൻ പറ്റും. ഏത് മണ്ണിൽ, ഏത് ആദർശത്തിൽ, ഏത് ആശയത്തിൽ നമ്മൾ ചവിട്ടി നിൽക്കുന്നു, അതാണ് ആ സ്റ്റാൻഡ് പോയിന്റ് ആണ് നമ്മുടെ വ്യൂ പോയിന്റിനെ ശരിയാക്കുന്നത്. കാഴ്ചപ്പാടുകൾ മാറേണ്ട കാലമാണ് ഇപ്പോൾ. നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിന് ഒരു വിശാലതയുണ്ടായിരിക്കണം. അത് ഈ ഭാരത രാഷ്ട്രമായിരിക്കണം, ഈ ദേശമായിരിക്കണം, നമ്മുടെ നാടായിരിക്കണം. പ്രത്യേക ഏതെങ്കിലും ഒരു വിഭാഗമല്ല, പൗരന്മാരെ പറ്റി മാത്രം ചിന്തിക്കണം. എൻ്റെ സമാജം കെട്ടുറപ്പുള്ളതായിരിക്കണം, എൻ്റെ സമാജം ഒന്നായിരിക്കണം, അതിനനുസരിച്ച് മാറണം. അതുകൊണ്ട് സീത പറഞ്ഞു, അമ്മ, അച്ഛൻ, സഹോദരൻ തുടങ്ങി എല്ലാവരും അവരവരുടെ കർമ്മങ്ങൾ ആണല്ലോ രാമ ചെയ്യുന്നത്. അതിൻ്റെ നന്മയും തിന്മയും അവരനുഭവിക്കുന്നു. ശ്രദ്ധിക്കണേ, അവർ ചെയ്യണ കർമ്മത്തിന്റെ ഫലം അവരനുഭവിക്കുന്നു. എന്നാൽ ഭർത്താവിനുള്ള സുഖവും ദുഃഖവും ഭാര്യയ്ക്കു കൂടിയുള്ളതാണ്. ഇങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ? ശരി, വനവാസത്തിന് അങ്ങേക്ക് കൽപ്പന കിട്ടിയ ആ നിമിഷം എനിക്ക് കൂടി കിട്ടി. ഈ അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞാൽ A+B² എന്നാണ് അർത്ഥം. അല്ലാണ്ട് ശിവനെ അറക്കവാള് കൊണ്ട് പാതി മുറിച്ചു, പാർവതിയെയും മുറിച്ചു, രണ്ടുപേരെയും ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ ബാലരമ വായിച്ച് വിചാരിച്ചിരിക്കുന്നത് ഈ ശിവൻ തൻ്റെ ശരീരത്തിന്റെ പാതിയിൽ പാർവതീ ദേവിയെ ഒട്ടിച്ചു വെച്ചു. അല്ല, നോക്കൂ, രണ്ടുപേരും പരിപൂർണ വ്യക്തിത്വങ്ങളാണ്. ഈ പരിപൂർണ വ്യക്തിത്വമായിരിക്കുന്ന കാലത്ത്
വ്യത്യസ്ത സ്റ്റാൻഡ് പോയിന്റിലാണ് ഭാര്യയും ഭർത്താവും ജീവിക്കുന്നതെങ്കിൽ അവർ A² B². ചാക്കോ മാഷെ മറക്കരുത്. ചാക്കോ മാഷെ കുറച്ച് നേരം ഒന്ന് ഓർക്കണം. ഏതാ ചാക്കോ മാഷ്? സ്ഫടികം. അതൊക്കെ അറിയാലേ, പ്രായത്തെ ആയാലും ഇപ്പൊ എന്താ പ്രശ്നം. ചാക്കോ മാഷ് പറയുന്നുണ്ട്, ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വട്ടപൂജ്യമാണ്. അല്ലെങ്കിലും നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഗണിതം മാത്രം പഠിപ്പിക്കണം. മാത്തമാറ്റിക്സിൽ കുഞ്ഞുങ്ങൾക്ക് 100 മാർക്ക് വാങ്ങിപ്പിക്കണം. നിങ്ങൾ മറ്റൊന്നും ശ്രദ്ധിക്കരുത്. ഗണിതം 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 ഗണിതമാണ് മക്കൾ പഠിക്കേണ്ടത്. മാത്തമാറ്റിക്സ് നല്ല പോലെ മക്കളെ പഠിപ്പിക്കണം. ഇപ്പോഴും സമയം വൈകിട്ടില്ല, അവർ +2 ആയോ, അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ഗണിതം 4ാം ക്ലാസ് മുതലുള്ള ഗണിതം മക്കളെ പഠിപ്പിക്കണം. കണക്കിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളൊക്കെ സംഖ്യകൾ പറയണില്ല, 1, 2, 3, 4, 5 അങ്ങനെ സംഖ്യ പറയുന്നുണ്ടല്ലോ. സത്യത്തിൽ ഈ സംഖ്യകൾക്ക് രൂപമില്ല. നമ്മൾ പഠിപ്പിക്കുവാനായി ചില ഭൗതിക വസ്തുക്കളുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ എണ്ണം പഠിപ്പിക്കുന്നത്. ഒന്ന് പഠിപ്പിക്കാൻ ഒരു ഭൗതിക വസ്തു വേണം. അപ്പോ ഒരു ചിത്രം കൊടുത്തു, അതിൽ 1, ഒരു ആപ്പിൾ, 2 ആപ്പിൾ കാണിച്ചിട്ട് 2, 3 എണ്ണം കാണിച്ച് 3. അപ്പോൾ എണ്ണം സംഖ്യയ്ക്ക് രൂപമില്ല. പക്ഷെ നമുക്ക് മക്കളെ ഇത് പഠിപ്പിക്കുവാൻ വേണ്ടി ഭൗതിക വസ്തുക്കളുടെ സഹായത്തോടു കൂടി നമ്മൾ മക്കളെ ഗണിതം പഠിപ്പിക്കുകയാണ്, എണ്ണം പഠിപ്പിക്കുകയാണ്. ഭൗതിക വസ്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഗണിതം പഠിപ്പിക്കാൻ പറ്റൂ. ഭൗതിക വസ്തുക്കളെ കുറിച്ചുള്ള പഠന ശാഖയുടെ പേരാണ് ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ്. ശരിയല്ലേ? മാത്തമാറ്റിക്സിന്റെ അപ്ലിക്കേഷൻ ആണ് ഫിസിക്സ്. മാത്തമാറ്റിക്സിന്റെ അപ്ലിക്കേഷൻ ആണ് ഫിസിക്സ്. നിങ്ങളുടെ കുഞ്ഞിന് മാത്സ് ബുദ്ധിമുട്ടാണെങ്കിൽ ഫിസിക്സും ബുദ്ധിമുട്ടായിരിക്കും. ഗണിതമാണ് സർവ്വതിൻ്റെയും അടിസ്ഥാനം. ഭൗതിക വസ്തുക്കളെ കുറിച്ചുള്ള പഠനശാഖ ഭൗതിക ശാസ്ത്രമാണെങ്കിൽ മാത്തമാറ്റിക്സിന്റെ അപ്ലിക്കേഷൻ ആണ്. എങ്കിൽ ഭൗതിക വസ്തുക്കൾ ഈ സ്ഥാവര ജംഗമ വസ്തുക്കളല്ലേ. രസായന ശാസ്ത്രവും അതിന്റെ കൊച്ചനുജന. കെമിസ്ട്രിയും ഫിസിക്സും നമ്മുടെ മക്കൾക്ക് മാത്സ് ബുദ്ധിമുട്ടാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ കുട്ടികളുടെ മാർക്ക് ചോദിക്കുമ്പോൾ പണ്ടുള്ള അച്ഛൻ ഏതാ ചോദിക്കുക? കണക്കിൽ എത്രയാന്നല്ലേ ആദ്യം ചോദിക്കാറ്? ഇംഗ്ലീഷാണോ ചോദിക്കുക? അല്ല, മാത്സിൽ എത്രയാ? ഫിസിക്സും കെമിസ്ട്രിയുമാണ് പിന്നെ നമ്മൾ ചോദിക്കുക. ദയവ് ചെയ്ത് മക്കളെ മാത്തമാറ്റിക്സിൽ 100 മാർക്ക് വാങ്ങിപ്പിക്കണം. ഗണിതം പഠിപ്പിക്കണം. ഗണിതത്തിൽ A² എന്ന് പറയുന്ന ഒരു അമ്മ, B² എന്ന് പറയുന്ന ഒരു അച്ഛൻ, 2 പേർക്കും ഇടയിൽ ഇപ്പോൾ പ്ലസ് ഉണ്ട്. ശരിയല്ലേ? പ്ലസ് ഉണ്ട്. 2 പേർക്കും 2 പേരുടെ സ്റ്റൈലുണ്ട്. 2 പേർക്കും 2 പേരുടേതായ അഭിരുചിയും ഇഷ്ടാനിഷ്ടങ്ങളുമുണ്ട്. 2 പേരും 2 സ്റ്റാൻഡ് പോയിന്റിൽ നിന്നിട്ടാണ് വീടിനെ നോക്കുന്നത്, മക്കളെ നോക്കുന്നത്. 2 പേർക്കും അവരവരുടേതായ ചില മൊബൈൽ കോർണർ ഉണ്ട്, സ്വകാര്യതകളുണ്ട്, ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, രീതികളുണ്ട്. ഈ 2 ഭാഗത്ത് നിന്ന് നമ്മൾ വീടിനെയും മക്കളെയും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ഥാപനത്തിലെ മാനേജറും പ്രിൻസിപ്പാളോ, ഒരു സ്ഥാപനത്തിലെ ഡിവിഷൻ ഹെഡ്, അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഡക്ഷൻ ഹെഡും HR മാനേജറോ, നിങ്ങൾ ഏതുമാവട്ടെ, 2 സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് നിങ്ങൾ ഒരു സ്ഥാപനത്തെയോ വീടിനെയോ മക്കളെയോ തൊഴിലാളികളെയോ നോക്കിയാൽ ഒരിക്കലും ആ മക്കൾ നന്നായിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇവർക്കിടയിലുമുള്ള സ്നേഹബന്ധങ്ങളും നഷ്ടപ്പെടും. അങ്ങനെയാണ് ഒരച്ഛനും അമ്മയും കൂടി ചിന്തിച്ചത്. നമ്മൾ 2 പേരും വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച ആ കാലത്ത് നമ്മൾ പല സ്വപ്നങ്ങളും നെയ്തെടുത്തിരുന്നു. നമ്മുടെ മക്കൾ ഉണ്ടാകും, അവർ നന്നാകണം, നമുക്ക് ധാരാളം സമ്പത്ത് വേണം, നമുക്ക് നല്ല വീട് പണിയണം, നല്ല വാഹനങ്ങൾ വേണം, ഇങ്ങനെയൊക്കെ ഇവർ ചിന്തിച്ചു. ഒരു ദിവസം മക്കളൊക്കെ വലുതായി, അവർക്ക് 15, 16, 18, 20 ഒക്കെ വയസ്സായി. തൻ്റെ മക്കളെ 2 പേരെയും ബിടെക്കിനാണ് അവർ ചേർത്തത്. പക്ഷെ 2 പേരും ആ കോളേജിൽ നിന്ന് അവർ പുറത്താക്കി. കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് പുറത്താക്കിയതാണ്. കാരണം ചില കൂട്ടുകെട്ടുകളിൽ പെട്ടുകഴിഞ്ഞാൽ അവരെ കോളേജിൽ നിന്ന് പുറത്താക്കും. മക്കളൊക്കെ വഴിതെറ്റി തോന്നിയതുപോലെയായി.
ഹയർ സെക്കൻഡറിയിലെ അധ്യാപകരായി അച്ഛനും അമ്മയും ഒരു ദിവസം വൈകുന്നേരം വിളക്ക് കൊളുത്തി രണ്ടുപേരും കൂടി ഇരുന്ന് ചിന്തിച്ചു, എന്താ നമുക്കിടയിൽ പറ്റിയത്? നമ്മൾ ജീവിതത്തിൽ പണം ഉണ്ടാക്കാൻ, നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, നമ്മുടെ മക്കൾ നല്ല ഭൗതിക സാഹചര്യങ്ങളിൽ വളരാൻ, അവർക്ക് നമ്മൾ അനുഭവിച്ചതുപോലെയുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും ഇല്ലാതിരിക്കാൻ നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചില്ലേ? പക്ഷെ മക്കളുടെ സ്ഥിതി നോക്കൂ. ഇനി നമ്മുടെ കാര്യം നോക്കൂ. നമ്മൾ രണ്ടുപേരും മനസ്സു തുറന്ന് സംസാരിച്ചിട്ട് എത്ര കാലം? പണ്ടൊക്കെ നമ്മൾ എത്ര തമാശ പറഞ്ഞ് ചിരിക്കാറുണ്ട്. ഇന്ന് നമ്മളൊരു തമാശ പറഞ്ഞിട്ട് എത്ര കാലമായി? നമ്മളൊന്ന് അടുത്തിരുന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് എത്ര കാലമായി? നമ്മളൊരു സിനിമയ്ക്ക് ഒരുമിച്ച് പോയിട്ട് എത്ര കാലമായി? നമ്മൾ ഒരുമിച്ച് പോയൊരു ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലമായി? സത്യത്തിൽ നമ്മൾ ഇന്ന് ഒരു ഭൗതിക ജീവിതത്തിന്റെ ഒരു ഓട്ടപ്പാച്ചലിൽ എനിക്ക് നിങ്ങളെയോ നിങ്ങൾക്ക് എന്നെയോ പരിഗണിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ മക്കളെ നോക്കൂ. ഇപ്പോൾ അവരും തോന്നിയതുപോലെ നമ്മൾ പറഞ്ഞതൊന്നും അനുസരിക്കുന്നില്ല. നമുക്കിടയിൽ എന്താണ് സംഭവിച്ചത്? നമുക്കിടയിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ പരസ്പരം സംസാരിച്ചാൽ കണ്ടെത്താൻ പറ്റില്ല. നമ്മുടെ പ്രശ്നം എപ്പോഴും മൂന്നാമതൊരാൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ മുഖം നോക്കാൻ നമ്മൾ ഒരു കണ്ണാടിയുടെ സഹായം തേടാറില്ലേ? നമുക്ക് നമ്മുടെ മുഖം കാണണമെങ്കിൽ മറ്റൊന്നിന്റെ സഹായം വേണം. ശാസ്ത്രീയമായി ഇതറിയാവുന്ന ഒരു കൗൺസിലിംഗ് ചെയ്യാൻ ഒരു കൗൺസിലറുടെ സ്ഥലത്തേക്ക് ഇവർ ചെന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ തങ്ങളുടെ പ്രശ്നം രണ്ടുപേരും പറഞ്ഞു. അദ്ദേഹം ഒറ്റയ്ക്കും കൂട്ടായും ഇവരോട് സംസാരിച്ചു. കുറേ സമയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പ്രശ്നം മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വീടിനോട് ആത്മാർത്ഥതയുള്ളവരാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും മക്കൾ നന്നായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ രണ്ടുപേരും കഠിനമായി ജോലി ചെയ്യുന്നവരാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതം എത്രയാ ഇങ്ങനെ ത്യാഗം സഹിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കിടയിൽ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ആ പ്രശ്നം, ഭാര്യ എന്ന നിലയിൽ ഭാര്യയ്ക്ക് ഭാര്യയുടെ ഒരു സ്റ്റാൻഡ് പോയിന്റും ഇഷ്ടാനിഷ്ടങ്ങളും സ്റ്റൈലും രീതിയും താല്പര്യങ്ങളും സ്വകാര്യതകളും മൊബൈൽ കോർണറും മൊബൈലിൽ ഒരു പാസ്വേഡും ഉണ്ട്. ഭർത്താവിന് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളും രീതികളും സ്റ്റൈലും ഒക്കെയുണ്ട്. നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്റ്റാൻഡ് പോയിന്റിൽ നിന്നിട്ടാണ് വീടിനെയും മക്കളെയും നോക്കുന്നത്. ഇത്ര മാത്രമേ നിങ്ങൾക്കിടയിൽ പ്രശ്നമുള്ളൂ. ബാക്കി നിങ്ങളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ ഈ ലോകത്തിൽ ഒരാൾക്കും സാധ്യമല്ല. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്. നിങ്ങൾ ഈ രണ്ട് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് മാറി, രണ്ട് സ്റ്റാൻഡ് പോയിന്റിൽ നിൽക്കാൻ വിവാഹം കഴിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു ഏകീകൃത വ്യക്തിത്വമാകണം, ഒരു സംയോജിത വ്യക്തിത്വമാകണം. വ്യത്യസ്തതകളും ഇഷ്ടാനിഷ്ടങ്ങളും നിങ്ങളുടെ സങ്കല്പങ്ങളും വിചാരങ്ങളും സർവ്വതം നിങ്ങൾ മാറ്റിയെടുത്ത് നിങ്ങൾ ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് വീടിനെ നോക്കൂ, മക്കളെ നോക്കൂ. നിങ്ങൾ ഒരു സംയോജിത വ്യക്തിത്വമാകൂ. അങ്ങനെയാണ് A² + B² എന്നുള്ളത് ദ്വിമാന സമവാക്യത്തിന്റെ ഘടന മാറി. ഇനി നോക്കൂ, A² + B² = A² + 2AB. എവിടെ നിന്നാ 2AB ഉണ്ടായേ? ഈ അച്ഛനും അമ്മയും A+B² ആയി ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നിന്നപ്പോൾ ദ്വിമാന സമവാക്യത്തിന്റെ ഘടന മാറി. അതിശക്തമായ ഒരു ചൈതന്യം സൃഷ്ടിക്കപ്പെട്ടു. അതിന്റെ പേരാണ് 2AB എന്നുള്ളത്. 2AB ആണ് അർദ്ധനാരീശ്വരൻ. അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനും പാർവതിയും പരിപൂർണ വ്യക്തിത്വങ്ങൾ, A² B². പക്ഷെ രണ്ടുപേരും നമ്മൾ സ്വീകരിച്ച മാർഗം ഗാർഹസ്ഥ്യത്തിന്റെ, ഗൃഹസ്ഥാശ്രമത്തിന്റെ ആ മാർഗത്തിൽ നമ്മുടെ വൈയക്തിക സ്വഭാവങ്ങളെല്ലാം സംയോജിത വ്യക്തിത്വവും സംയോജിതമായ ഭാവത്തിൽ മാറണം. ഏകീകൃത വ്യക്തിത്വമായി നമ്മൾ മാറണം. ഏകീകൃത വ്യക്തിത്വമാകുമ്പോൾ ഉണ്ടാകുന്ന ചൈതന്യമാണ് ശിവശക്തി സംഗമം എന്ന് നമ്മൾ പറയുന്ന അർദ്ധനാരീശ്വര സങ്കല്പം. അർദ്ധനാരീശ്വര സങ്കല്പമാണ്, ഉമാമഹേശ്വര പൂജയാണ് വിവാഹത്തെ സംബന്ധിച്ച് നമ്മുടെ അടിസ്ഥാനം. ശരിയാണേ? കാലം കുറെ കഴിഞ്ഞു പോകുമ്പോൾ ഒക്കെ യാന്ത്രികമാകും. ആദ്യത്തെ ശ്രദ്ധ, ആദ്യത്തെ ടച്ചിങ്, ആദ്യത്തെ സ്നേഹം ഒക്കെ നഷ്ടപ്പെട്ടു. ഇപ്പൊ യാന്ത്രികമാണ്. നമ്മൾ പാരമ്പര്യ ധരിച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ ഒരു യന്ത്രം കണക്കെ ചെയ്തു പോവുക. സംതൃപ്തിയോ സ്നേഹമോ
അംഗീകാരമോ ഒന്നുമില്ല. എങ്ങനെയോ മുന്നോട്ട് പോകും. മടുത്തു, പക്ഷെ മുന്നോട്ട് പോകാതെ രക്ഷയില്ല. അങ്ങനെ വരുന്ന സമയത്ത് ദയവ് ചെയ്ത് ഈ അർദ്ധനാരീശ്വരനെ ഒന്ന് ഭജിക്കണം. ശിവനാമങ്ങളും ശിവസ്തോത്രങ്ങളും ഭജിക്കണം. ഹരശങ്കര ശിവശങ്കര ദിവസം പ്രതി ദുരിതങ്ങളെ ശിവനെ എന്ന് പറഞ്ഞ് ആ ശിവനാമ പാദത്തിനോട് ചേരാൻ. ഇനി മരണം വരുമ്പോ യമകിങ്കരർ വരവുണ്ട്, ഇനി മരണം ഒരു സമയം, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഈ ശിവസങ്കല്പത്തിൽ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഭിന്നതകളും നമ്മുടെ വിചിത്ര സ്വഭാവങ്ങളും ഒക്കെ ഒന്ന് മാറ്റിയെടുത്ത് നമുക്കൊരു ഏകീകൃത വ്യക്തിത്വമാകാൻ നമ്മൾ രണ്ടുപേരും ഇനി എന്ത് ചെയ്യണമെന്ന് മാത്രം ചിന്തിക്കുക. കാരണം നമുക്ക് എത്ര വിശാലമായൊരു ലോകമുണ്ട്. ആ ലോകത്ത് ജീവിക്കാൻ നമ്മുടെ വ്യക്തിത്വം നമുക്ക് കുറച്ചും കൂടി മാറ്റണം. അതുകൊണ്ട് സീത പറഞ്ഞു, ഭർത്താവിന് വനവാസത്തിനുള്ള ആജ്ഞ കിട്ടിയാൽ, അനുജ്ഞ കിട്ടിയാൽ അത് ഭാര്യയ്ക്കും കിട്ടി. ഇനി പ്രത്യേകം ഭാര്യയോട് പറയേണ്ട കാര്യമുണ്ടോ? കാര്യമില്ല. അതുകൊണ്ട് വനവാസത്തിന് ഞാനും കൂടി വരികയാണ്. സീത രണ്ടാമത് പറഞ്ഞു, പിതാവോ മാതാവോ പുത്രനോ സ്നേഹിതനോ ഇതൊന്നുമല്ലല്ലോ ഞാൻ അങ്ങേക്ക്. അങ്ങേക്ക് ഞാൻ മാതാവല്ല, പിതാവല്ല, പുത്രനല്ല, സ്നേഹിതനല്ല. ഞാൻ അങ്ങേക്ക് പത്നിയാണ്. ഇഹത്തിലും പരത്തിലും ഒരു സ്ത്രീക്ക് സർവോത്തമനായിട്ടുള്ളത് പതി മാത്രമാണ്. അതുകൊണ്ട് അങ്ങ് വനത്തിൽ യാത്ര ആരംഭിക്കുകയാണെങ്കിൽ ഞാനും അങ്ങയുടെ കൂടെയുണ്ട്. ഞാൻ വേണമെങ്കിൽ അങ്ങയുടെ മുന്നിൽ നടക്കും. മുള്ളുപോലെയുള്ള ദർഭകൾ ചവിട്ടി മെതിച്ച് അങ്ങയുടെ തൃപ്പാദം വെക്കുവാൻ ആ ദർഭകളെ ഞാൻ മൃദുലമാക്കി ഞാനൊരു തൃണത്തൽപ്പം അങ്ങേക്ക് ഒരുക്കിത്തരും രാമ. അങ്ങയുടെ മുന്നിൽ അങ്ങയുടെ പാത ഞാൻ ഭംഗിയായി ഞാൻ തന്നെ ഒരുക്കി തരാം. അതിന് അങ്ങയുടെ മുൻപിൽ ഞാൻ ഉണ്ടാകും. എന്തിനാ മുൻപിൽ നിൽക്കുന്നേ? ആ വാക്ക് ശ്രദ്ധിക്കണേ. ദർഭ മൂർച്ചയുള്ളതാണ്. അതും സീതയുടെ മൃദുലമായ കാൽപാദം കൊണ്ട് വേദന സഹിച്ചായാലും ഞാൻ ആ ദർഭപ്പുല്ലുകളെല്ലാം ചവിട്ടി ഒതുക്കി. അങ്ങയുടെ കാൽപാദം പുരുഷന്റെ കുറച്ചും കൂടി കാഠിന്യമുള്ളതാണ്. എന്നാലും ദേവ ആ വിഷമമൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ട് മഹാപ്രഭു, ഞാൻ ഇതുവരെ അറിഞ്ഞുകൊണ്ടൊരു മഹാപാപം എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. മനോഹര മണിമന്ദിരങ്ങളിലും വിമാനങ്ങളിലും സ്വർഗജീവിതങ്ങളിലും ഒക്കെ മികച്ചത് ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു കുലീനയായ സ്ത്രീയെ സംബന്ധിച്ച് അത് ഭർതൃപാദത്തണലാണ്. ആ പാദത്തണലിൽ എനിക്ക് ജീവിച്ചാൽ മതി. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഞാൻ ചെയ്യേണ്ട കർത്തവ്യങ്ങളെല്ലാം വിശദമായി പല പ്രാവശ്യം വിവാഹത്തിന് മുമ്പ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ആഴ്ചയിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വിളിച്ചു പറയേണ്ട ഒരാവശ്യം വരില്ല. ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവിടെ ചെന്നപ്പോൾ ആ മോള് ഓരോ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ അമ്മ ഒന്ന് വീതം 3 നേരം പിന്നെ തുടങ്ങണത്. ഇത് പറഞ്ഞ് പഠിപ്പിക്കണം. നീ എന്തൊക്കെ സാധ്യതകളുണ്ട്, എന്തൊക്കെ സംഘർഷങ്ങളുണ്ട്. നമ്മൾ എങ്ങനെയാ കുഞ്ഞുങ്ങളെ ഒരു ലെസൺ പഠിപ്പിക്കുക? ആ പാഠഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാനാ പറയുക. ചോദ്യങ്ങൾ കിട്ടിയാൽ അവരതിന്റെ സൊല്യൂഷൻ കണ്ടെത്തിക്കൊള്ളും. അവരെ ഇന്നത്തെ കമ്പൈൻഡ് സ്റ്റഡി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കലാണ്. നല്ല ബുദ്ധിയുള്ള അച്ഛനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ മക്കൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കൂ. ആ കുഞ്ഞുങ്ങൾ അങ്ങനെ പഠിക്കട്ടെ. അല്ലാതെ മനഃപാഠം പഠിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് അതൊന്നുമില്ല. എക്സ്പീരിയൻസ്ഡ് ലേണിംഗ് ആണ് നമ്മളുടെ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച്. ഇനി കുട്ടികൾ അനുഭവത്തിലൂടെ പലതും പഠിക്കണം. നമ്മുടെ വീഡിയോ കാണിച്ചതും പണ്ട് നമ്മളൊക്കെ ചെമ്പരത്തിയുടെ പിന്നെന്താ പരാഗണമൊക്കെ പഠിച്ചത് എങ്ങനെയാ? ഒരു വരയൊക്കെ വരച്ച് റൂൾ പെൻസിലുണ്ട്, ഇത് അത് ഇത് ഇത് അതൊക്കെ പോയി. എക്സ്പീരിയൻസ്ഡ് ലേണിംഗ് ആയിരിക്കണം. ഈ രാമന് വനവാസ സമയം യാഗരക്ഷ എക്സ്പീരിയൻസ്ഡ് ലേണിംഗ് ആണ്. അത് പഠിച്ചാൽ മനസ്സിലാകും. ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയും ഭാരതത്തിന്റെ വിദ്യാഭ്യാസ നയം അത് കുട്ടികളിൽ അവരിപ്പോ നോക്കൂ, അവർ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, അവർക്ക് പഠിക്കാൻ പറ്റിയില്ല പല കാരണങ്ങൾ കൊണ്ട്. അങ്ങനെ കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ പാസ്സായാൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കും. സെക്കൻഡ് ഇയർ കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിന്റെ നിങ്ങൾക്ക് പഠനം നിർത്തി നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിക്ക് പോയി 5 കൊല്ലം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ഫൈനൽ ഇയർ എഴുതണമെന്ന് ആഗ്രഹം തോന്നി, അത് കഴിഞ്ഞാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് നമ്മൾ ഡിഗ്രി ഫൈനൽ ഇയർ തോറ്റു, നമ്മുടെ സർട്ടിഫിക്കറ്റ് ഏതാ? പ്രീ ഡിഗ്രിയോ +2 ആണ്. ഇനി അതല്ല, നിങ്ങൾ 1 വർഷം കഴിഞ്ഞാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. മാത്രമല്ല 3 വർഷത്തെ ഡിഗ്രി കഴിയുന്ന അതേ സമയം ഏതെങ്കിലും ഒരു സ്കിൽ, ഒരു മഹാത്മാഗാന്ധിയുടെ ഒരു വലിയ സ്വപ്നമുണ്ട്, വേലയിൽ വിളയുന്ന വിദ്യാഭ്യാസം.
ഒരു കുഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞു വരുമ്പോൾ നാളെ അവന്റെ ജീവിതത്തിൽ അവൻ ഏതെങ്കിലും ഒരു സ്കിൽ വർക്ക് ഉണ്ടായിരിക്കണം, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അവന് അഭിരുചിയുള്ള ഒരു മേഖലയിൽ അവന് തൊഴിലധിഷ്ഠിതമായിരിക്കണം വിദ്യാഭ്യാസം. അത് എത്ര കണ്ട് താല്പര്യത്തോടെ നടത്തുന്നുവോ അത്ര കണ്ട് കുഞ്ഞുങ്ങൾക്ക് ഗുണമുണ്ടാവും. നമ്മുടെ നാട്ടിൽ പോളിസികളുടെ പ്രശ്നമല്ല, ആ പോളിസികൾ പഠിച്ച് നടപ്പിലാക്കുന്നവരുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ. എല്ലാം സുന്ദരമാണ്, 8-ലെ പുലിയും പശുവൊക്കെയാണ് എല്ലാം, പക്ഷെ ഇതൊന്നും പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റുന്നില്ല. നടപ്പിലായി വരുമ്പോഴേക്ക് അടുത്ത എഡ്യൂക്കേഷൻ പോളിസിയും വരും. കാരണം ഇതൊക്കെ ഇനി നടപ്പിലായി വരണമെങ്കിൽ 10 വർഷം എടുക്കും. പക്ഷെ നമുക്ക് ഇതിനെ പറ്റി ഒരു ധാരണയുണ്ടെങ്കിൽ വിദ്യാലയങ്ങളിൽ പോയി അധ്യാപകരോട് ചോദിക്കാൻ കൂടി നമുക്ക് പറ്റണം. അതുകൊണ്ട് രാമ, എൻ്റെ അച്ഛനും അമ്മയും എന്തൊക്കെ ചെയ്യണോ അതൊക്കെ വിവാഹത്തിന് മുൻപ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബ്രഹ്മചര്യ വ്രതത്തോടു കൂടി കാട്ടിൽ വന്നാൽ ബ്രഹ്മചര്യമാണെന്ന് എനിക്കറിയാം. അതൊക്കെ ഈ 18 വയസ്സുള്ള പെൺകുട്ടിക്ക് അറിയാം കേട്ടോ. അതുകൊണ്ടല്ലേ സുഹൃത്തെ, രാമനും സീതയും വനവാസത്തിന് 14 വർഷം പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാമന്റെ ഒക്കത്തൊരു 2 സീതയുടെ ഒക്കത്തൊരു 2 വേണ്ടേ? ഗൾഫിലൊക്കെ വിവാഹം കഴിഞ്ഞു പോയവര് ഒരു 10 കൊല്ലം കഴിഞ്ഞു വരുമ്പോൾ ഒന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ടളവിൽ നിന്നൊക്കെ നമ്മൾ ചൊല്ലാറുള്ളത് പോലെ 4ആയിട്ടൊക്കെ വരണ കണ്ടില്ലേ 2 പേര്? സീതയും രാമനും 14 വർഷം ഒരുമിച്ച് ജീവിച്ചു. കാട് സുഖശീതളിമയുടെ ഇന്ദ്രിയങ്ങൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ആ മനോഹരമായ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ഇവർക്ക് 14 വർഷം ബ്രഹ്മചര്യ ദീക്ഷ സ്വീകരിച്ച് ജീവിക്കാൻ പറ്റിയത്? രാമന്റെയും സീതയുടെയും കാൽപാദത്തിൽ ഇരുന്നത് പഠിക്കണം നമ്മൾ. ജീവിതത്തിന്റെ ചില പ്രത്യേക സമയങ്ങളിൽ ബ്രഹ്മചര്യം പാലിക്കേണ്ട സ്ഥിതി ഗൃഹസ്ഥനുമുണ്ട്. ഏതായാലും സീത പറഞ്ഞു, ബ്രഹ്മചര്യ വ്രതത്തോടെ അങ്ങയെ ശുശ്രൂഷിച്ചുകൊണ്ട് മധുഗന്ധിയായ ആ വനങ്ങളിൽ ഞാൻ രമിച്ചുകൊള്ളാം. ഏത് ജീവിക്കും പ്രത്യക്ഷമായും പരോക്ഷമായും രക്ഷിക്കാനുള്ള കഴിവ് അങ്ങേക്കില്ലേ രാമ? അതുകൊണ്ട് അങ്ങയുടെ കൂടെ ഞാൻ വന്നാൽ അങ്ങേക്ക് എന്നെ രക്ഷിക്കുക നിസാരമല്ലേ? ഇനി എൻ്റെ ഭക്ഷണകാര്യം ഓർത്തൊന്നും അങ്ങ് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ കായ്ക്കനികൾ ഭക്ഷിച്ച് ദിവസങ്ങളോളം കഴിഞ്ഞുകൊള്ളാം, തൃപ്തിയായിക്കൊള്ളാം. ഞാൻ എന്നെ കൊണ്ട് യാതൊരു അലട്ടും അങ്ങേക്കുണ്ടാവില്ല. പ്രകൃതിയുടെ സൗന്ദര്യം മുഴുവൻ കണ്ട്, ആ ഹരിതാഭങ്ങളിലാണല്ലോ പ്രകൃതിയുടെ സൗന്ദര്യം. ആ പ്രകൃതിക്ക് പച്ചപ്പല്ല, കറുപ്പ് നിറഞ്ഞ ഒരു പച്ചപ്പാണ്. ആ ഹരിതാഭമുണ്ടല്ലോ, അതിലാണല്ലോ സൗന്ദര്യം. അവിടുത്തെ മാമലകളും നദികളും പുഴകളും പൊയ്കകളും വനങ്ങളും നിർഭയമായി നമുക്ക് ഒരുമിച്ച് കണ്ടുകൂടെ? അങ്ങയുടെ കൂടെ കാണുമ്പോൾ എനിക്കതിൽ കൂടുതൽ ആഹ്ലാദമുണ്ട് രാമ. 14 വർഷമല്ല, 14,000 ആണ്ട് കാട്ടിൽ അങ്ങയോടൊപ്പം ബ്രഹ്മചര്യ ദീക്ഷയെടുത്ത് ജീവിക്കാൻ ഞാൻ തയ്യാറാണ് രാമ. എനിക്കൊന്നും വേണ്ട രാമ, എനിക്ക് അങ്ങ് മാത്രം മതി എന്ന് പറയുന്ന ഒരു 18 വയസ്സുകാരിയായ സീതാദേവി ഉണ്ട്. ഈ ഒന്നും വേണ്ട ഒന്നും വേണ്ട, നമുക്കൊന്ന് വെറുതെ ഒന്ന് ലുലു മാളിൽ പോയിട്ട് വരിക എന്നൊക്കെ നമ്മളും പറയാറില്ലേ? പോയി വരുമ്പോ എന്തായിരിക്കും സ്ഥിതി? ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് കല്യാൺ സിൽക്സിലൊന്ന് വെറുതെ ഉളിയിട്ടിറങ്ങിയത്. തിരിച്ചു വന്നപ്പോ എന്തായിരിക്കും സ്ഥിതി? ഭർത്താവ് വീണ്ടും പറഞ്ഞു, നിന്റെ സ്വഭാവം എനിക്ക് അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല. കഴിഞ്ഞ പ്രാവശ്യം 8,000 ബില്ലായുള്ളൂ, അതി കൂട്ടും, അതാണ് മനസ്സിൽ. പക്ഷെ എന്നാലും ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാ നമ്മൾ പലതും തുടങ്ങാറ്. സീത പറഞ്ഞതും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. ഒന്നും വേണ്ട എന്ന് പറഞ്ഞവളാണ് മാരീചനെ കണ്ടപ്പോൾ എനിക്ക് അത് വേണം എന്ന് പറഞ്ഞത്. വാക്കൊക്കെ കൊടുത്തു പോയ ആളാണ്. സീത തന്നെ പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് ഇത്രയും ലോഭം പാടില്ല. എനിക്ക് എന്താന്ന് അറിഞ്ഞൂടെ, എവിടെന്നാ എനിക്ക് ഈ വിചാരം വരണത്? രാമ, എനിക്ക് എൻ്റെ മനസ്സിനെ ഉണ്ടല്ലോ അങ്ങ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എനിക്കത് വേണം. കുറച്ചും കൂടി കടന്ന് സീത പറയുന്നുണ്ട്, ഇനിയേ കൊന്നിട്ടായാലും കുഴപ്പമില്ല, എൻ്റെ തോലെങ്കിലും വേണം. മക്കളുടെ ലോഭം പോടെ പോക്കു. ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഷെയ്ക്കൻഡ് കൊടുത്ത് പ്രതിജ്ഞ ചെയ്ത സീതയെ പോലും മോഹിപ്പിക്കുന്ന മാരീചൻ. ആ മാരീചൻ അന്ന് ഒന്നേ ഉള്ളൂ, ഇന്ന് എത്ര മാരീചന്മാര്? നമ്മൾ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം എന്നറിയൂ? നമ്മൾ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ പോലും രക്ഷപ്പെടാൻ പറ്റാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കണത്. വേണ്ടാന്ന് വിചാരിച്ചതാ, പക്ഷെ എന്താന്നറിയില്ല, ഇന്നും നമ്മളത് ഓർഡർ ചെയ്തു. വേണ്ടാന്ന് വെച്ചാൽ ഇന്നലെ മോളോട് പറഞ്ഞു ഇനി ഞാൻ ചെയ്യില്ല എന്ന്, പക്ഷെ ഇന്ന് ചെയ്യേണ്ടി വരികയാണ്. കാരണം നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ വലിയ കഷ്ടം. അന്ന് അങ്ങനത്തെ ലോകമാണിത്. ആ ലോകത്ത് സീത തന്റെ ഭർത്താവിനോട് ഇതൊക്കെ പറഞ്ഞു. ഇനി ആരേലും ഒന്ന് പൊക്കി പറയണ്ടേ?
അപ്പൊ തന്റെ ഭർത്താവിന്റെ കഴിവുകൾ ഭാര്യ പറയാണ്, പുരുഷവ്യാഘ്രനായ അങ്ങയുടെ സമീപത്താണെങ്കിൽ സ്വർഗവാസം തരാന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല, എനിക്ക് അങ്ങ് മതി രാമ. അപ്പോൾ എന്റെ കാര്യം പറയാനുണ്ടോ? സ്വർഗവാസം പോലും എനിക്ക് വേണ്ട, എനിക്ക് അങ്ങ് മാത്രം മതി. അങ്ങില്ലെങ്കിൽ എനിക്ക് സ്വർഗമേ ആവശ്യമില്ല. സ്വർഗമാണ് ഈ സ്വർഗം എന്നൊക്കെ പറഞ്ഞാലേ വേറെ ഏതോ ലോകാന്നൊന്നും വിചാരിക്കരുത്. ഈ പുരാണങ്ങളിൽ സ്വർഗം, നരകം, അതൊക്കെ ഈ മനുഷ്യന് നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ചില പ്രേരണകൾ കിട്ടാൻ അതിനു വേണ്ടി എഴുതി വെച്ചതാ. അല്ലാതെ ഹിന്ദു ധർമ്മത്തിൽ സ്വർഗം വേറെ ഒന്നുമില്ല, ഒക്കെ പടയാണ്. വീണ്ടും ഉള്ളൂരിന്റെ കവിത, നമുക്ക് നാമേ പണിവത്തു നാക്കം നരകവും അതുപോലെ, ഒക്കെ ഇവിടെയാണ്. പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞേ? അതെന്താണെന്നറിയോ? ഈ കാമ്യങ്ങൾ ആഗ്രഹമുള്ള കുറെ പേരുണ്ട്. ശ്രദ്ധിക്കണേ, എല്ലാവർക്കും വേണ്ടിയല്ല അത് പറഞ്ഞത്. എനിക്ക് ഇങ്ങനെ ചില കാമനകളൊക്കെ വേണം, എനിക്ക് അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ വിശുദ്ധമായ കർമ്മം ചെയ്യുക, അപ്പൊ അവിടെ പോയാൽ അത് ഇതൊക്കെയും. ഇതെല്ലാ മതങ്ങളിലും ഉണ്ട്, എല്ലാ മതങ്ങളിലുമുണ്ട്. പക്ഷെ ഹിന്ദു ധർമ്മത്തിന്റെ പ്രത്യേകത, കാമ്യകർമ്മങ്ങളിൽ ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഇതുള്ളൂ, അല്ലാത്തവർക്ക് അതുണ്ടോ? നമുക്കിപ്പോ ഈ സ്വർഗം നരകം എന്നൊക്കെ കേട്ട നമുക്ക് വല്ല ആഗ്രഹമുണ്ട്. സ്വർഗം, എന്ത് സ്വർഗം? എന്താ സ്വർഗം? സ്വർഗം എന്ന് പറഞ്ഞാല് ഇന്ദ്രിയ സുഖങ്ങളുടെ ലോകം. അത് ഇവിടെ കിട്ടുന്നുണ്ട്, ഇനി പങ്കിട്ട് പോണം. ഇവിടെ കിട്ടണത് അനുഭവിക്കൂല, ഏതോ ലോകമുണ്ടെന്ന് പറഞ്ഞ് മൊത്തം അശാന്തി പടർത്തി ഇവിടത്തെ സ്വർഗത്തെ നരകമാക്കി സർവരെയും ദുഃഖിപ്പിച്ച് സ്വയം പൊട്ടിത്തെറിച്ച് ഈ ലോകത്തിൽ അശാന്തിയുടെ വിത്ത് വിതച്ച് അവസാനം എവിടെ പോണു? ഇതാണ് കാമ്യകർമ്മം. കാമനകൾ ഉള്ളവർക്ക് ഒരു ലോകമുണ്ട്, കാമനകളില്ലാത്തവർക്ക് ഒരു ലോകവുമില്ല. സനാതന ധർമ്മത്തിൽ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അർത്ഥകാമങ്ങളുണ്ട്, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ വേറെ ഏതോ ലോകത്തൊരു സുന്ദരീരത്നമുണ്ട് എന്ന് പറഞ്ഞിവിടെ ഇല്ല. ഇതേ കാര്യം പുരാണത്തിലല്ല കേട്ടോ, മഹാഭാരതത്തിൽ നോക്കിയേക്കാം. മഹാഭാരതത്തിൽ ക്ഷത്രിയനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി മഹാഭാരതം പൊക്കി പിടിച്ച് വരരുത്, ഇത് ക്ഷത്രിയനോട് മാത്രം പറയുന്ന കാര്യമാണ്. ഇത് ബ്രാഹ്മണനോടല്ല, വൈശ്യനോടല്ല, ശൂദ്രനോടല്ല. ശ്രദ്ധിക്കണേ, ഇത് ക്ഷത്രിയനോട് പറയാണ്, നീ നിന്റെ ക്ഷാത്ര കർമ്മം ചെയ്താൽ നിനക്ക് സ്വർഗമുണ്ട്, അവിടെ സുന്ദരികളുണ്ട്, അപ്സരസുകളുണ്ട്. ഇതാരോട് പറയണം? ക്ഷത്രിയനോട് പറയണം. അപ്പൊ മഹാഭാരതം വായിച്ചിട്ട് ഒരാൾ റീൽ ഇട്ടു എന്നിരിക്കട്ടെ, കണ്ടോ, ഞങ്ങൾ പറയുന്ന ആ ഹൂറിമാരുടെ പോലെ നിങ്ങൾക്ക് ഇവിടെ അപ്സരസ് ഉണ്ട്, ഞങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ ഇവിടെയുണ്ട്, അപ്പോ ഹിന്ദുക്കളിലുമുണ്ട്. എടാ, നീ ആ പുസ്തകം മുഴുവൻ വായിക്കും. ആ പുസ്തകത്തിൽ ക്ഷത്രിയനോട്, ഏത് ക്ഷത്രിയനോട്? യുദ്ധം ചെയ്യാൻ പോകുന്ന ക്ഷത്രിയനോട്. ഏത് ക്ഷത്രിയൻ? ഇവൻ യുദ്ധം ചെയ്യണമെങ്കിൽ ഇവനൊരു മോട്ടിവേഷൻ. നമുക്കൊക്കെ ധാരാളം ഇൻസെന്റീവ് കിട്ടിയാലേ നമ്മൾ പണിയെടുക്കുള്ളൂ. ഈ ഇൻസെന്റീവാണ് സ്വർഗം. നോക്കൂ, ഒരാളെ അയാൾ ചെയ്യേണ്ട ആ കർമ്മത്തിൽ അയാൾക്ക് ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അയാൾ ചിന്തിച്ചാൽ അയാളുടെ സുന്ദരിയായ ഭാര്യ, മക്കൾ, സ്വർഗം, ഇതൊക്കെ അനുഭവിക്കാൻ എന്നാ പിന്നെ യുദ്ധത്തിനൊന്നും പോകണ്ട. ഇവര് യുദ്ധം ചെയ്തില്ലെങ്കിലത്തെ പ്രശ്നം എന്താ? നമ്മുടെ അതിർത്തിയിലുള്ള കണ്ണിമ ചിമ്മാതെ ഈ നമുക്കൊക്കെ ഇങ്ങനെ സുഖമായി കിടന്നുറങ്ങാൻ സാഹചര്യം ഒരുക്കുന്ന നമ്മുടെ ജവാന്മാർ, അവർക്ക് നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത പലതും കൊടുക്കുന്നുണ്ടാവാം. മനസ്സിലാക്കണേ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പലതും കൊടുക്കുന്നുണ്ടാവാം. നമ്മുടെ മുന്നിൽ കാണിച്ചത് ഇത്രയൊക്കെയുണ്ട്. കാരണം അവരങ്ങനെ നിന്നാലേ നമുക്കിവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മൾ വിഷമിക്കരുത്. കാരണം അടുത്ത സെക്കൻഡിൽ ഒരു നെഞ്ചകം തകർത്ത് കളയുന്ന പലതും സംഭവിക്കും. അപ്പോ അങ്ങനെയുള്ളവർക്ക് സ്വർഗവാസം മഹാഭാരതത്തിൽ പലയിടങ്ങളിലും കാണാം. അത് ക്ഷത്രിയനോട് മാത്രം പറയുന്നതാണ്. അതുകൊണ്ട് സ്വർഗം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ സുഖങ്ങളുടെ, ആകർഷണങ്ങളുടെ, ഇന്ദ്രിയ ഭോഗങ്ങളുടെ സുഖ ആ അവസ്ഥയാണ് സ്വർഗം. അത് നമുക്ക് വീട്ടിലില്ലേ? ഇടയ്ക്ക് നരകമില്ലേ? ഇടയ്ക്കാണോ, പലപ്പോഴാണോ, എപ്പോഴാണോ എന്നറിയില്ല. നരകമില്ലേ? അതാ ഉള്ളൂര് പറഞ്ഞത്, നമുക്ക് നാമേ പണിവതു നാക്കം നരകവും. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ലോകത്തെ തന്നെ ഇതൊക്കെ അനുഭവിച്ചു പൊക്കോളൂ എന്ന് പറയണത്. ഏതായാലും അങ്ങയുടെ ആ സ്വർഗമൊന്നും എനിക്ക് രാമ, അങ്ങില്ലാതെ എനിക്ക് വേണ്ട, പോരാ. കഠിനമായ ദുർഗമമായിട്ടുള്ള പക്ഷി മൃഗാദി വാനര ഗജങ്ങളോട് കൂടിയിട്ടുള്ള ആ അരണ്യത്തിൽ
എനിക്കൊരു ഭയമില്ല, അങ്ങില്ലേ എൻ്റെ കൂടെ. മാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ അരമനയിൽ ഞാൻ ബാലയായിരിക്കെ എത്ര സുരക്ഷിതത്വത്തോടുകൂടി ജീവിച്ചിരുന്നുവോ ആ സുരക്ഷിതത്വത്തോടുകൂടി ഞാൻ അങ്ങയുടെ കൂടെ ജീവിക്കും. മറ്റൊരാപത്തും എനിക്ക് വരാതെ അങ്ങ് സൂക്ഷിച്ചുകൊള്ളും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ അപേക്ഷ അങ്ങ് തള്ളിക്കളഞ്ഞാൽ എനിക്ക് മരണം മാത്രമാണ് ആശ്വാസമുള്ളൂ. ഇതൊന്നും കേട്ടിട്ട് രാമൻ സമ്മതിച്ചില്ല. ഇനി രാമൻ സീതയുടെ വരവ് മുടക്കാൻ രാമൻ ഈ വനവാസത്തിന്റെ ദുഃഖം പറയുന്ന ഒരു രംഗമുണ്ട്. ഇതാണ് ഈ എക്സ്പീരിയൻസ്ഡ് ലേണിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. രാമൻ ഒരു 10 ദിവസം കാട്ടിൽ ജീവിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ പോയി വരുന്നത് പോലെയല്ല, നമ്മുടെ കണ്ണ് പോലെയല്ല. രാമന്റെ കാഴ്ച വിശാലമാണ്. 10 ദിവസം കൊണ്ട് കാട് എന്താണ് എന്ന് രാമൻ പഠിച്ചു വെച്ചു. രാമൻ അന്ന് പഠിച്ച 13-ാം വയസ്സിൽ രാമൻ പഠിച്ച അക്കാദമിക് ആ പാഠപുസ്തകം ഇതാ ഇവിടെ തുറക്കുകയാണ്. അപ്പൊ അന്ന് രാമൻ എന്തൊക്കെ കണ്ടോ അതാണ് ഈ 25-ാം വയസ്സിൽ രാമൻ പറയണത്. നമുക്ക് ഇന്നലെ കേട്ടത് നമ്മൾ ഇന്ന് മറക്കും, നമ്മളൊക്കെ കേട്ടോ. പക്ഷെ രാമൻ 12 വർഷത്തിന് ശേഷം സീതയോട് വനവാസ ദുഃഖ കഥനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സീതെ, അതിശ്രേഷ്ഠമായ വംശത്തിലാണ് ഭവതി ജനിച്ചത്. അതുകൊണ്ട് ധർമ്മമാർഗത്തിൽ നിന്ന് പോലും അണുപോലും വ്യതിചലിക്കരുത്. ദുർഗമമായ അരണ്യവാസം സഹിക്കാനുള്ള ശരീരപ്രകൃതിയല്ല സീത നിന്റേത്. കാട്ടിലെ കഷ്ടങ്ങൾ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കൂ. കൊടുങ്കാട്ടിൽ എപ്പോഴും ദുഃഖം മാത്രമേ ഉണ്ടാകൂ. അവിടെ സുഖം എന്നത് കൊടുങ്കാട്ടിൽ കാണാൻ സാധ്യമല്ല. പർവ്വത ഗുഹകളിൽ പാർക്കുന്ന സിംഹങ്ങളുടെ അലർച്ച അവിടെയുള്ള മലഞ്ചോലകളിൽ തട്ടി പ്രതിധ്വനിച്ചാൽ ധീരന്റെ ഹൃദയം പോലും നിന്നുപോകും സീത. അത്ര കഠിനമാണ് ആ സിംഹങ്ങളുടെ അലർച്ച. അതുകൊണ്ട് അതൊന്നും സഹിക്കാനുള്ള ഒരു കരുത്ത് നിനക്കില്ല സീത. മതമത്തരായ ക്രൂര മൃഗങ്ങൾ സർവ്വ ഇടങ്ങളിലും ഓടി നടക്കുന്നത് കാണുമ്പോൾ ഏതൊരു ധീരന്റെയും ഹൃദയം ചഞ്ചലമായി പോകും സീത. അത് കാണേണ്ടി വരും. ചേറുപിടിച്ച തീരപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടി വരും. കാലിൽ ചേറ് പിടിച്ചത് കൊണ്ട് അതൊന്ന് കഴുകാമെന്ന് വിചാരിച്ചൊരു പൊയ്കയുടെ സമീപത്ത് ചെന്നാൽ രക്തദാഹികളായ മുതലകൾ മനുഷ്യന്റെ മണം പിടിച്ച് അതിലുണ്ട്. അതുകൊണ്ട് കാല് കഴുകാന്നൊന്നും വിചാരിക്കേണ്ട. കാലിൽ കുറച്ച് അഴുക്ക് വന്നാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് നമുക്കറിയാം. അതൊന്നും സാധ്യമല്ല. മതയാനകൾക്ക് പോലും മറുകര കടക്കാൻ ബുദ്ധിമുട്ടുള്ള കാട്ടാറുകളാണ് അവിടെയുള്ളത്. ചില സ്ഥലങ്ങളിൽ മുൾച്ചെടികൾ ധാരാളമുണ്ട്. കാട്ടുകോഴികളുടെ കർണകഠോരമായ കൂജനം കേൾക്കേണ്ടി വരും. ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത സാഹചര്യം കാട്ടിലുണ്ടാകും. ഇത്രയും ആലോചിച്ചാൽ അറിഞ്ഞുകൂടെ സീത കാനനവാസം എത്ര കഠിനമാണെന്ന്. രണ്ടാമത് രാമൻ പറഞ്ഞു, കിടക്കാൻ വെറും പാറപ്പുറം മാത്രമേ കിട്ടുകയുള്ളൂ. പഴുത്തു വീണ ഇലകളെല്ലാം കൂട്ടിച്ചേർത്തൊരു കിടക്കയുണ്ടാക്കി ചിലപ്പോൾ അതിൽ കിടക്കാൻ സൗകര്യം കിട്ടുമായിരിക്കാം. കായ്ക്കനികൾ പോലും കിട്ടാത്ത ദിവസങ്ങൾ നിരവധി ഉണ്ടായിരിക്കാം ജീവിതത്തിൽ. ജഡാഭാരം ചുമന്ന് നടക്കണം. ജഡ ഉണ്ടാക്കി ആ ജഡാഭാരം ചുമന്ന് നടക്കേണ്ട സ്ഥിതി ഉണ്ടാകും. മരവുരി ധരിച്ച്. ഇനി കാനനവാസിയുടെ ദൈനംദിന ജീവിതത്തിലെ ദിനസാരണി പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരാൾ ജീവിക്കാന്നറിയോ? ഈ വനവാസ ധർമ്മത്തിൽ ഒരു ഋഷി ഇങ്ങനെയാ ജീവിക്കുക. എന്നിട്ട് രാമ പറഞ്ഞു കൊടുക്കുകയാണ്, ജഡാഭാരം ചുമന്ന് നടന്ന് മരപുരി മാത്രം ധരിച്ച് ദിവസവും ദേവതാപൂജ, പിതൃപൂജ, ദേവപൂജ, ആ പൂജകളെല്ലാം, അതിഥി പൂജ, ഈ 3 പൂജകളും ചെയ്യണം. അത് മുടക്കാൻ പറ്റില്ല വനവാസകാലം.